നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കുക. ഗൂഗിളിൻ്റെ ഡിജിറ്റൽ സെക്യൂരിറ്റി ആയ ഈ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആക്കിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റകൾ ചോർത്തുന്നുണ്ടെങ്കിൽ ഇന്ന ആപ്ലിക്കേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരികയും നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് അത് ബ്ലോക്ക് ആക്കാനും പറ്റുന്നതാണ്. അത് മാത്രമല്ല, ഏതെങ്കിലും കള്ളന്മാർ നിങ്ങളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് കൊണ്ടുപോയാൽ അവിടെ അവർക്ക് ഫോർമാറ്റ് ചെയ്ത് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡാറ്റകൾ ചോർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മെയിലും പാസ്വേഡും ഇല്ലാതെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കിയാൽ അങ്ങനെ അതില്ലാതെ അവർക്ക് ഫോർമാറ്റ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ചിലവർക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്തവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ മൊബൈൽ ഫോണും ഉണ്ടാകും. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഗൂഗിൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾ സർവീസ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫുൾ താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഫുൾ സ്ക്രോൾ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഭാഗത്ത് ഈ ഒരു മൊബൈൽ ഫോണിൽ 3 ഓപ്ഷൻ മാത്രമേ ഉണ്ടാകൂ. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ 3-ൽ കൂടുതൽ നാലാമതൊരു കാര്യം, അതായത് അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റിങ്സ് എനേബിൾ ആക്കാൻ സാധിക്കും. ഈ ഓപ്ഷന് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ഇവിടെ കാണാൻ സാധിക്കും അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻ വരികയും നിങ്ങൾക്കിവിടെ ഈ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആക്കിയാൽ സിമ്പിളായിട്ട് ഈ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. താഴേക്ക് ഫുൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കാണിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് എനേബിൾ ആയിട്ട് വരും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുത്താൽ പറ്റും. ഈ ഒരു മൊബൈൽ ഫോൺ അതില്ല, അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ സ്ക്രീൻ ലോക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് മാറുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ 3 ഓപ്ഷനും നിങ്ങൾക്ക് ടിക്ക് മാർക്ക്, പച്ച ടിക്ക് മാർക്ക് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് എനേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം ഓൺ ആയി എന്നുള്ളതാണ് ഇപ്പോൾ ഇൻ്റർഫേസ് വന്നത്. എന്നിട്ട് ഇവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഗുണം ഈ 2 പേർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.